ജനാധിപത്യത്തിൽ ജനങ്ങൾ കാഴ്ചക്കാരും വെറും നോക്കുകുത്തികളുമായല്ല എന്ന ഉത്തമ ബോധ്യത്തോടെ ഈ ബഡ്ജറ്റിനെ ശക്തമായി എതിർക്കുന്നു. പൊന്നാനിയുടെ സമഗ്ര വികസനത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത ബഡ്ജറ്റാണ് ഇത്. പഴകി പുളിച്ച ബഡ്ജറ്റ്, പുതുതായി ഒന്നുമില്ലാത്ത ബഡ്ജറ്റ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാണെന്ന് പറയുന്നത് പോലെ ഈ നഗരസഭ സമ്പന്നമാണ്. വരുമാനത്തിലും പിൻവാതിൽ നിയമനത്തിലും രണ്ട് കാര്യത്തിലാണ് സമ്പന്നം. വരുമാനത്തിൽ സമ്പന്നമായവർ, പിൻവാതിൽ നിയമനത്തിലും സമ്പന്നമാണ്. 99 കോടി 85 ലക്ഷത്തിലധികം വരുമാനം പ്രതീക്ഷിക്കുന്ന ഈ നഗരസഭയുടെ സേവനം മുതൽ കെടുകാര്യസ്ഥമാണ്. എവിടെ നമ്മൾ പറഞ്ഞ മത്സ്യ മാർക്കറ്റ് എവിടെ? മാംസ മാർക്കറ്റ് എവിടെ? മുൻകാലങ്ങളിൽ പറഞ്ഞ സ്റ്റേഡിയം എവിടെ? ടൗൺ ഹാളില്ലാത്ത, സ്റ്റേഡിയം ഇല്ലാത്ത, മത്സ്യ മാർക്കറ്റുകളില്ലാത്ത കേരളത്തിലെ ഏക നഗരസഭ പൊന്നാനിയാണ്. തർക്കമുണ്ടോ? അതിനെക്കുറിച്ച് ഈ ബഡ്ജറ്റിൽ വല്ലതും പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാർ പൊന്നാനി നഗരസഭയെ എ ഗ്രേഡ് നഗരസഭയായി ഉയർത്തിയെങ്കിലും സ്റ്റാഫ് പാറ്റേൺ 15 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഈ 10 കൊല്ലത്തെ കേരള ഭരണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഈ നഗരസഭയ്ക്ക് ഒരു 10 പേരെ നിയമിക്കുവാൻ ഈ ഭരണ തുടർച്ചയാണല്ലോ കഴിഞ്ഞ 10 വർഷത്തെ ഭരണകൂടത്തിന് സാധിച്ചു വെച്ചാൽ കൈമലർത്തുകയാണ്. ഇപ്പോൾ നാളെ വരും 53 വാർഡുള്ള ഈ കൗൺസിലിൽ ഒരു ME ആണുള്ളത്, ഒരു ഓവർസിയറാണുള്ളത്. ഈ നാടിൻ്റെ വികസനം ഇവിടെ എത്തും. ഈ ബഡ്ജറ്റ് ജയപ്രകാശ് പറഞ്ഞ് തലതിരിഞ്ഞ ബഡ്ജറ്റാണെന്ന് പറയും. ഒരു സംശയവുമില്ല. ഈ ബഡ്ജറ്റിൽ എവിടെ നിങ്ങൾ മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുക, ഭരണഭാഷ മലയാളമാക്കണമെന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട 53 കൗൺസിലർമാർക്ക് മുമ്പിൽ CA-ക്കാർക്ക് പോലും മനസ്സിലാവാത്ത കണക്കുമായി നിങ്ങൾ അവതരിപ്പിച്ചെന്ന് ആരെ വിട്ടികളാക്കാനാണ്? ഇത് വിട്ടികളുടെ സ്വർഗത്തിലേക്കാണ് ഈ ബഡ്ജറ്റ്, ഈ നഗരസഭ എഴുന്നള്ളിക്കുന്നത്. ഒരു തർക്കവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ റോഡിൽ എത്ര രൂപ നിങ്ങൾ വകയിരുത്തിയിട്ടുണ്ട്? കെട്ടിടങ്ങൾക്ക് നിങ്ങൾ എത്ര രൂപ വകയിരുത്തിയിട്ടുണ്ട്? പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക്, കാർഷിക മേഖലയിലുള്ളവർക്ക് നിങ്ങൾ ബഡ്ജറ്റിൽ എത്ര രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്ന് ഈ ബഡ്ജറ്റിൽ പറയുന്നുണ്ടോ? നിങ്ങൾ ഈ റോഡുകളൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. പൊന്നാനിയിലെ എല്ലാ സർവ്വ റോഡുകളും ഗതാഗത യോഗ്യമല്ലാതിരിക്കുന്നു. വെള്ളക്കെട്ട് പൊന്നാനിയിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് വെള്ളക്കെട്ട്. ആ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കാൻ നിങ്ങൾ എന്ത് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്? കുട്ടാട് മേഖലയിൽ, കുമ്മളത്തുപടി മേഖലയിൽ, ഇരുപത്തിരുത്തിയിലെ മേഖലയിൽ, ഹൗസിംഗ് ബോർഡിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, പൊന്നാനിയിലെ സർവ്വ മേഖലയിലും, തീരദേശ മേഖലയിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ അതിനൊരു പരിഹാരം നിങ്ങൾ നാഷണൽ ഹൈവേയുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇതൊക്കെ അവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണെങ്കിൽ അതിന് ഈ രാജ്യത്തെ, ഈ പൊന്നാനിയിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. ഇത് വർഷങ്ങളായുള്ള വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഈ നഗരസഭ ഭരണകൂടം ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല. പൊന്നാനിയിലെ ഗുരുതരമായ മറ്റൊരു പ്രശ്നം എന്താണ്? തെരുവുനായ ശല്യമാണ്. ആ തെരുവുനായ ശല്യെ പിടിച്ചു കെട്ടുവാൻ നിങ്ങൾ എന്ത് നടപടി ഈ ബഡ്ജറ്റിൽ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്? ഒന്നും വരില്ല. യഥേഷ്ടം പാവപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും നടന്നു പോകാൻ, വീട്ടിൽ പോലും സ്വയമായി ജീവിക്കാൻ കഴിയാത്ത ഈ പൊന്നാനിയിൽ തെരുവ് നായക്കെതിരെ ഷെൽട്ടർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ നിങ്ങൾ എന്ത് വകയിരുത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് നിങ്ങൾ മറുപടി തയ്യാറാണ്. ഇപ്പോ എന്താണ് നമ്മുടെ അവസ്ഥ? ഇപ്പോ കാറൽ മാർക്സിന്റെയും എംഗൽസിന്റെയും ഒക്കെ തത്വചിന്തകന്മാരായി നടന്ന ആളുകൾ ഇപ്പോ ശബരിമല ഇടത്താവളം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. 2 വർഷം മുമ്പ് KPCC ജനറൽ സെക്രട്ടറിയായ MPG ഫൗണ്ടേഷന്റെ പ്രിയപ്പെട്ട KP നൗഷാദ് അലി ഇവിടെ ഇടത്താവളം സ്ഥാപിച്ചപ്പോഴാണ് ഇപ്പോ മതമല്ല കൂട്ടരെ, വിശക്കുന്ന വയറാണ് കൂട്ടരെ എന്ന് പറഞ്ഞ് നടന്ന ആളുകൾ ഇപ്പൊ പറയുന്നു ഇടത്താവളം ഉണ്ടാക്കും. ഈ ശബരിമല കാര്യത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. എന്താണ് പറഞ്ഞത്? ആ ശബരിമല കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് സ്വർണ്ണം ചെമ്പാൽ മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ദനം ഊറ്റിയേ. ബാക്കി ഞാൻ പറയുന്നില്ല. ഓറ്റിയെ സ്വർണ്ണം ചെമ്പ അവരാണ് ശബരിമല ഇടത്താവളം അടുക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റിനെ നഖശിഖാന്തം എതിർക്കുന്നു. ഇത് പൊന്നാനിയുടെ വികസനത്തിന്, ക്ഷേമത്തിന്, പൊന്നാനിയുടെ ചെറുപ്പക്കാർക്ക്, പൊന്നാനിയുടെ സ്ത്രീകൾക്ക്, വയോധികർക്ക് ഗുണകരമായി ചെയ്യുന്ന ഒരു ബഡ്ജറ്റല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ നഖശിഖാന്തം എതിർത്തോടെ നിർത്തുന്നു.